Yo guys, what's up? So welcome back to my YouTube channel, or maybe welcome to my YouTube channel in case you guys are new here. So let me just give an introduction about myself. എൻ്റെ പേര് കല്യാണി എന്നാണ്, ആൻഡ് ഐ കം ഫ്രം വൈക്കം. വൈക്കത്ത് എവിടെയാണ് കുറേ പേര് ചോദിച്ചു. വൈക്കത്ത് ടൗണിൽ തന്നെയാണ്, ലൈക്ക് വൈക്കത്ത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത്. പക്ഷേ തൊട്ടടുത്തല്ല, കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ്, പക്ഷേ അത് വൈക്കത്ത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ. ആൻഡ് ഐ വർക്ക് ആസ് എ ക്യാബിൻ ക്രൂ ഫോർ വേൾഡ്സ് ബെസ്റ്റ് എയർലൈൻ. ഇവിടെ തന്നെ തൂക്കിയിട്ടൊക്കെ പറഞ്ഞില്ലേ. ഓക്കെ, സോ നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ക്യാബിൻ ക്രൂ ആവുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, ഡൊമസ്റ്റിക് എയർലൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഏവിയേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടോ, ക്യാബിൻ ക്രൂ ആവുന്നത് വരെയുള്ള ഒരു ജേർണി പറയാമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. സോ ഐ തോട്ട് ഐ ഷെയർ എവറിത്തിങ് ത്രൂ ദിസ് വീഡിയോ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലോങ് ആവാൻ സാധ്യതയുണ്ട്, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, യുനോ. സോ പ്ലീസ് ബെയർ വിത്ത് മീ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഞാൻ ഡിഗ്രി ചെയ്തത് കുരുവിലങ്ങാട്ടിലുള്ള ദേവമാതാ കോളേജിലാണ്, ആൻഡ് ഐ ഡിഡ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സൂപ്പർ ബ്രില്യൻ സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ഒരു ഇന്ന അംബീഷനൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് എനിക്ക് ഇന്നതാവണം, അല്ലെങ്കിൽ എനിക്കിത് പഠിക്കണം, അങ്ങനെ ഒരു ചിന്ത ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ലൈക്ക് പഠിക്കണം എന്നുള്ള കാര്യമേ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും ലൈക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ MBA ചെയ്യണം, അല്ലെങ്കിൽ നഴ്സിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ട് തന്നെ കുറച്ച് നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്ക് അഭിനയം ഇഷ്ടമാണ്, എന്നാൽ അഭിനയിക്കാൻ പോവാം, അഭിനയം പഠിക്കാൻ പോകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ MA തിയേറ്റർ പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് കേരളത്തിന് വെളിയിൽ പോകണം എന്ന് ഭയങ്കര ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് വേറെ റീസൺ കൊണ്ടാണ്, പക്ഷെ എന്നാലും ആഗ്രഹിച്ചു. ഞാൻ കേരളത്തിന് വെളിയിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കേരളത്തിലെങ്ങും ഈ ഡിഗ്രി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പഞ്ചാബിലുള്ള ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു MA തിയേറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സെറ്റായി, ലൈക്ക് MBAക്ക് ചേർന്നു, നഴ്സിംഗിന് ചേർന്നു, അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റാക്കിയിട്ടിരിക്കുക. പക്ഷേ ആ സമയത്ത് ഈ യൂണിവേഴ്സിറ്റിക്കാർ ദേ കോൾ മീ ആൻഡ് ദേ വർ ലൈക്ക് നമ്മുടെ ഈ കോഴ്സിന് ആകെ 3 പേര് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഐ വാസ് ലൈക്ക് ഐ ജസ്റ്റ് വെൻ ക്രേസി, കാരണം അതൊരു ലാസ്റ്റ് മൂമെൻറ്റിൽ അവർ ഈ കാര്യം പറയുന്നത്. അപ്പം എനിക്ക് വേറെ എങ്ങും അഡ്മിഷൻ നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ വാഴ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ വാഴ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു കല്യാണത്തിന് പോയാലും ഒരു പെരവാസ്തോലിക്ക് പോയാലും എന്തിനു പോയാലും ആൾക്കാർ ചോദിക്കും, കല്ലു എന്തോ ഒന്നും ചെയ്യാത്തേ, കല്ലു എന്തോ പഠിക്കാൻ പോകുന്നില്ലേ, കല്ലു അങ്ങനെയല്ലേ, കല്ലു ഇങ്ങനെയല്ലേ എന്നൊക്കെ കൊണ്ട് ഇങ്ങനെ തുടങ്ങും. എൻ്റെ വീട്ടുകാരെക്കാളും എന്നെ ഞാൻ പഠിക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് എൻ്റെ നാട്ടുകാർക്കായിരുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ ഇവരൊക്കെ വീട്ടിൽ വന്ന് ഇത് തന്നെ ചോദിക്കും. അതാണ് ഏറ്റവും വലിയ ചൊറ. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കേട്ടും മടുത്തു. ഐ വാസ് സോ ഡൺ വിത്ത് ഓൾ ദീസ് തിങ്സ്. ലൈക്ക് നമുക്ക് ഭയങ്കര ഒരു സങ്കടമാവും, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എൻ്റെ ചേച്ചി ഷീ വാസ് വർക്കിംഗ് വിത്ത് ഇൻഡിഗോ എയർലൈൻസ് ആ സമയത്ത്, ആൻഡ് ആസ് എ ഗ്രൗണ്ട് സ്റ്റാഫ്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ എയർ ഹോസ്റ്റേഴ്സ് ആവാൻ പോകും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എയർ ഹോസ്റ്റേഴ്സിനെ കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായിരുന്നത്, കാരണം എല്ലാവരെയും പോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വർത്താനം തന്നെ അങ്ങനെയാണ്. ഓ എയർ ഹോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം എനിക്കും അങ്ങനെ ഒരു ഐഡിയ ആണ് എയർ ഹോസ്റ്റേഴ്സിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പം, ഈ പ്രൊഫഷനെ കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇറ്റ്സ് എ ഗുഡ് തിങ്, ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അത് തീരുമാനിച്ചു, എയർ ഹോസ്റ്റേഴ്സ് ആവാൻ. അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് വെൻ ഐ വാസ് 21 years old. അത് ഞാൻ ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തത്. ആൻഡ് ആ സമയത്ത് ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഞാനപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയി. ഫസ്റ്റ് റൗണ്ടിൽ കയറി. എനിക്ക് എൻ്റെ പേര് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചെന്നൈനേക്കാളും വലിയ സ്പീഡിൽ അവരെന്നെ റിജക്റ്റ് ചെയ്ത് വിട്ടു. അതിനുശേഷം ഞാൻ പിന്നെ എയർ ഹോസ്റ്റേഴ്സ് കോഴ്സ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ അവരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹൈ ഫീസ് സ്ട്രക്ചർ കാരണം എനിക്ക് പിന്നെ അതൊന്നും ശരിയാവില്ല, കാരണം എൻ്റെ ഫാമിലി അത്ര ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, കാരണം ഏവിയേഷൻ കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എയർ ഹോസ്റ്റേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ തെറ്റിദ്ധാരണ ഇൻ്റർവ്യൂസിന് പോകാൻ തുടങ്ങിയപ്പോൾ മാറി. രണ്ടാമത് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂ ആണ്. ഇൻഡിഗോയുടെ ഞാൻ ഇൻ്റർവ്യൂ ഒരു 3-4 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ അതിലൊന്നും എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് പിന്നെ ഇൻഡിഗോയുടെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നിയത്, ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്, ഇറ്റ് ക്യാൻ ബി റൈറ്റ്, ഇറ്റ് ക്യാൻ ബി റോങ്. പക്ഷേ എനിക്ക് തോന്നിയത് നമുക്ക് റെക്കമെൻഡേഷനും റെഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻഡിഗോയിലൊക്കെ ഒന്നും കൂടെ കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇൻഡിഗോയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കൊണ്ട് എനിക്ക് സെലക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും, പക്ഷേ ഇൻ്റർവ്യൂസ് എങ്ങനെയാണ്, ഇൻ്റർവ്യൂസിൽ എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വിസ്താറിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
വിസ്താര ഇൻ്റർവ്യൂ ഞാൻ ആക്ച്വലി 2 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെന്നൈയിൽ വെച്ചിട്ടാണ് ചെയ്തത്. അവിടെ എനിക്ക് ആക്ച്വലി വിസ്താരയുടെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഞാൻ 2 റൗണ്ട്സ് സെലക്ട് ആയായിരുന്നു. അതിനുശേഷം 2 റൗണ്ട്സ് കഴിഞ്ഞപ്പം എന്നോട് ഇൻ്റർവ്യൂവർ പറഞ്ഞു, ഓക്കെ ഐ റിയലി ലൈക്ക് ദ വേ യു ആൻസർഡ്, ഇറ്റ് വാസ് റിയലി ഡിഫറെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു. അപ്പോൾ ഇറ്റ് വാസ് എ മെയിൽ ഇൻ്റർവ്യൂ. പുള്ളി എന്നോട് പറഞ്ഞു പക്ഷേ ഗ്രൂമിങ്ങിൻ്റെ കാര്യത്തിൽ ഐ നീഡ് എ സെക്കൻഡ് ഒപ്പീനിയൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ കൊളീഗിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു കൊളീഗിനെ വിളിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ലേഡി. പുള്ളിക്കാരത്തി വന്ന് എൻ്റെ മേക്കപ്പ് ഒക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഐ എം സോ സോറി, ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്നോട് പറഞ്ഞു. ബിക്കോസ് എൻ്റെ മേക്കപ്പ് ആ സമയത്ത് കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും അപ്പം അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിനും ഞാൻ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസ്താരയുടെ ഇൻ്റർവ്യൂ വീണ്ടും അറ്റൻഡ് ചെയ്തു. കൊച്ചിയിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും അറ്റൻഡ് ചെയ്തു. പക്ഷേ നമുക്ക് ഈ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു റൂൾ ഉണ്ട്. നമ്മൾ ഇന്ന് വിസ്താരയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ 6 മാസത്തിന് ശേഷം വിസ്താരയുടെ ഇൻ്റർവ്യൂ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെനിക്ക് അറിയാമായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു പിന്നെ 4 മാസം കഴിഞ്ഞ് ചെന്നാൽ ഇപ്പോൾ അവരെന്നെ എങ്ങനെ ഓർക്കാനാ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചെന്നു. പക്ഷേ ഞാൻ ചെന്നപ്പം ആ ഇൻ്റർവ്യൂവർ എന്നെ ചെന്നൈയിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത അതേ ഇൻ്റർവ്യൂവർ ആയിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു യു ആർ ദെയർ ഇൻ ചെന്നൈ റൈറ്റ്. അപ്പോൾ തന്നെ ഇത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു 2 മാസം കഴിഞ്ഞു വാ, ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഞാൻ ഇൻ്റർവ്യൂ പോലും കൊടുത്തില്ല, എനിക്ക് ഇൻ്റർവ്യൂവിൽ കയറാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതും പോയി. ഇതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ വീണ്ടും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇത്രയും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ 2ാമത് അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ആ സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം അതിന് ഞാൻ പോയി. 3 ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 4 to 5 റൗണ്ട്സ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സെലക്റ്റഡ് ആയി. അവസാനം അവരെന്നോട് പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 4 ദിവസം കഴിയുമ്പം മെയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, എവറിത്തിങ് വാസ് സക്സസ്ഫുൾ എന്ന രീതിയിൽ എനിക്കൊരു മെയിൽ വന്നു. വി വർ സോ ഹാപ്പി. പക്ഷേ ആ സമയത്താണ് എനിക്ക് ഈ മെയിൽ വന്നതിൻ്റെ 9ാമത്തെ ദിവസമാണ് കോവിഡ് സംഭവിക്കുന്നത്. കോവിഡ് വന്നു, പാൻഡമിക് ആയി എല്ലായിടത്തും. അപ്പം ഖത്തർ എയർവേസുകാർ എനിക്ക് വീണ്ടും മെയിൽ ചെയ്തു, നമ്മൾ ഇതിൻ്റെ ജോയിനിങ് പ്രോസസ്സ് എല്ലാം ഹോൾഡ് ചെയ്യാണ്, അപ്പോൾ പാൻഡമിക്കിന് ശേഷം നമ്മൾ വീണ്ടും നിങ്ങളെ വിളിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വിളിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കോവിഡ് ഈ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊക്കെ തീരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് 6 മാസമായി, 1 വർഷമായിട്ടും കോവിഡും മാറുന്നില്ല, ഇവരെന്നെ വിളിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ടെൻഷനായി. അപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും പറഞ്ഞു ഇത് നോക്കിയിരിക്കേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ജോലി നോക്കാൻ തുടങ്ങി. അങ്ങനെ എറണാകുളത്ത് ഞാനൊരു കൺസൾട്ടൻസിയിൽ ജോലിക്ക് കയറി. ആൻഡ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ സാലറി വാസ് 12,000 rupees. അപ്പം ഞാനൊരു കുറച്ച് മാസം ഞാൻ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം എനിക്ക് പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കാം എന്നുള്ളൊരു ഒരു തോട്ടിലേക്ക് ഞാൻ വന്നു. ബിക്കോസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല കേട്ടോ, അത് ശരിക്കും നാട്ടിൽ നിന്ന് പോകണം എന്നുള്ളൊരു വൃത്തികെട്ട ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. അപ്പം ഞാനത് തീരുമാനിച്ചു, ബാംഗ്ലൂർ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ അച്ഛനും അമ്മയും വേണ്ട ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്താൽ അതൊരിക്കലും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് വെച്ചിട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടത്തരായിട്ടേ മാറിയിട്ടുള്ളൂ. അങ്ങനെ ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അവരെന്നോട് പറഞ്ഞാൽ വേണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് പോകണം എന്നുള്ള വാശി കാരണം ഞാൻ പോയി അവിടെ ചെന്നു. ഞാൻ ഒരു മാസം ഞാൻ തികച്ച് കോളേജിൽ പോയിട്ടില്ല. ബിക്കോസ് അവരെന്നോട് പറഞ്ഞിരുന്നത് ഒരു വർഷത്തെ കോഴ്സാണ്, ഇറ്റ് വാസ് എ ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ അതിന് ദേ സെഡ് മീ ലൈക്ക് 1 lakh ആകും എന്ന് പറഞ്ഞിട്ട് 50,000 ഹാഫ് ഒരു 6 months ആകുമ്പോൾ പേ ചെയ്യണം, 50,000 ബാക്കി പിന്നെ പേ ചെയ്യണം, അങ്ങനെയുള്ള രീതി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പഠിക്കാൻ ചേർന്ന് 6 months കഴിയുമ്പോൾ 50,000 പേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ വീട്ടിൽ കുറച്ചായിട്ട് മേടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് 50,000 പേ ചെയ്യാം. അല്ലാണ്ട് ഒറ്റയടിക്ക് എനിക്ക് എൻ്റെ വീട്ടുകാരോട് 50,000 ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കോളേജിൽ ചെന്നു, എനിക്ക് തോന്നുന്നു പഠിക്കാൻ ചേർന്നിട്ട് 3ാമത്തോ 4ാമത്തോ ദിവസം മുതൽ ഇവരെന്നോട് 50,000 ചോദിക്കാൻ തുടങ്ങി. ദൈവം ലൈക്ക് 50,000 പേ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞ ഇത്രയും മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അതെ പക്ഷേങ്കിൽ ഇപ്പം പേ ചെയ്യണം, ഇതാണെന്നുള്ള രീതി. അപ്പോൾ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല, എന്ത് വന്നാലും ഞാൻ വീട്ടിൽ ചോദിക്കില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ പഠിത്തം നിർത്തിയിട്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. ആൻഡ് ഐ വാസ് സ്റ്റിൽ ഇൻ ബാംഗ്ലൂർ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ പഠിത്തം നിർത്തുക, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് തരണം. എന്നിട്ട് ചേച്ചി എങ്ങനെയൊക്കെ ആരോടൊക്കെയോ ചോദിച്ച് ജോലി കണ്ടുപിടിച്ച് എനിക്ക് തന്നു. ആ ജോലി വാസ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. അത് എൻ്റെ ചേച്ചീനെ അറിയുന്ന ഒരാൾ വഴി എനിക്ക് കിട്ടിയൊരു ജോലിയായിരുന്നു, അവർ റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു ജോലിയായിരുന്നു. ആൻഡ് അത് ഇന്ത്യയിലായിരുന്നില്ല, ഔട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. പക്ഷേ ആ ജോലി വാസ് ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ് ഫോർ മീ. അവിടെ പോയിട്ട് ഞാൻ എല്ലാ ദിവസവും ലൈക്ക് ഞാൻ
കരഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അക്കോമഡേഷനൊക്കെ കമ്പനി തന്നെ തരുമായിരുന്നു, പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ എനിക്കും താല്പര്യമില്ല. എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് അഞ്ജാന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരി. അവൾ ഡൽഹിയിൽ നിന്നുള്ളൊരു കുട്ടിയായിരുന്നു. ആൻഡ് അവൾ ഹൗസ് കീപ്പിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം അവളുടെ മേത്ത് ഇങ്ങനെ അലമാര മറിഞ്ഞ് വീണിട്ട് അവളുടെ കാലൊടിഞ്ഞപ്പോൾ അവൾ പ്ലാസ്റ്റർ ഇട്ടിട്ട് അവൾ റൂമിൽ തന്നെ ഇരിക്കുക. അവൾ ജോലിക്ക് പോകുന്നില്ല. അപ്പം ഞാനും അവൾ ഒറ്റ റൂമിലാണ് താമസിക്കുന്നത്. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും ആഴ്ചയിൽ ബുധനാഴ്ച മാത്രമേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുള്ളൂ. ബാക്കി ദിവസമൊക്കെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 5 പ്ലാസ്റ്റർ ഇട്ട് കിടന്നതിന് ശേഷം ഞാനും ഭയങ്കര ഡൗൺ ആയി. നമ്മൾ രണ്ടും ഭയങ്കര ഡൗൺ ആവും. ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. അവിടുത്തെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. അപ്പം ഇവളിയൊക്കെ ഇങ്ങനെയും കൂടെ പറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കും ഭയങ്കര മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയി. അതിനുശേഷം നമ്മൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണം, എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ എനിക്ക് പറയണമെന്നുണ്ട് എനിക്ക് നാട്ടിൽ തിരിച്ചു പോകണം. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ഇന്ത്യ അല്ലത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ഒന്നും അല്ല ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാൻ പറ്റില്ല എനിക്ക് നാട്ടിൽ തിരിച്ചു പോകണം എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഒരു 9 ദിവസം ഞാനും അഞ്ജയും ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം സാലറി കുറവായിരുന്നു. വീട്ടിലേക്ക് ഞാൻ ആ സാലറി ഫുള്ള് വയ്ക്കായിരുന്നു. അതേ സമയത്ത് എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കാശൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കാശുണ്ടായിരുന്നില്ല. അഞ്ജ പിന്നെ ജോലിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതുകൊണ്ട് അവൾക്ക് ശമ്പളമില്ല. അങ്ങനെ നമ്മൾ 9 ദിവസം കൃത്യം 9 ദിവസം ഞാനും അഞ്ജയും ഷെയർ ചെയ്ത് കഴിച്ചത് ഒരു പഴവും ഓറഞ്ചും പിന്നെ കുറച്ച് ഹോർലിക്സ്, അഞ്ജയുടെ ഒരു ഹോർലിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യിലിട്ടിട്ട് ഇങ്ങനെ 9 ദിവസം ഞാനും അഞ്ജയും കഴിച്ചത് അത് മാത്രമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. 9 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം തലകറങ്ങി വീണു. അഞ്ജയ്ക്ക് വയ്യാണ്ടായി. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാൻ ഓഫീസിൽ പറഞ്ഞു. അപ്പം ഞാൻ തലകറങ്ങി വീണപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ അവരെനിക്ക് 15 ദിവസം തന്നു ഡോക്ടറിനെ കാണാൻ. 15 ദിവസത്തിന് ശേഷം തിരിച്ചു ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. പക്ഷേ ഞാൻ പോയിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതാണ്. എന്നിട്ട് ഞാൻ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ബിക്കോസ് എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ലൈക്ക് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെല്ലാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം എനിക്ക് മനസ്സിലായി, ഈശ്വര, നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ലൈഫ് ഈസ് സംതിങ് എൽസ് എന്നുള്ള കാര്യം എനിക്ക് ഈ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പഠിച്ചു. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ലൈഫിനെ കാണാൻ തുടങ്ങിയത്. അപ്പം പിന്നെ കത്തയവേസ് എന്നെ വിളിക്കുന്നോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതിന് ശേഷം. പക്ഷെ എന്നാലും എനിക്ക് എവിടെയോ ഉണ്ട് എനിക്കിത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കത്തയവേസിൽ ക്രൂ ആവും എന്നൊരു സംഭവം എനിക്ക് അപ്പോഴും ഉണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ആ സമയത്ത് അവൾ MBA ഒക്കെ കഴിഞ്ഞു. എല്ലാവരും പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഞാൻ ഇങ്ങനെ വായം പിടിച്ചിരിക്കുക. അപ്പം ഇവൾ MBA ഒക്കെ കഴിഞ്ഞ് അവൾക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവളുടെ അടുത്ത് പോയി നിൽക്കാം, എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂസ് കുറച്ച് അറ്റൻഡ് ചെയ്തു. അവിടെ ഒരു ജ്വല്ലറിയിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഞാൻ കയറി. ആൻഡ് അവിടുത്തെ എൻ്റെ ശമ്പളം 25,000 ആയിരുന്നു. അപ്പം ജ്വല്ലറിയിൽ ഞാൻ ജോലിക്ക് കയറി. കുറച്ച് മാസം കഴിഞ്ഞപ്പം ഒരു 3 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ജ്വല്ലറിയിലുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്യൂട്ടിയുടെ സമയത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ ജ്വല്ലറിയിൽ. അപ്പം ഞാനൊരു ദിവസം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഫോണിലൊരു മിസ് കോൾ കിടക്കുന്നു. ഞാൻ ഇത് നമ്മുടെ ഇന്ത്യൻ നമ്പർ അല്ല. ഇത് ഏത് നമ്പറാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് കത്തയവേസിൻ്റെ നമ്പറാണ്. ഈശ്വര, കത്തയവേസ് എന്നെ വിളിച്ചോ ദൈവമേ എന്ന് വിചാരിച്ചു ഞാൻ ഇവരെ തിരിച്ച് വിളിച്ചിട്ട് ഇവരെ എടുക്കുന്നേ ഇല്ല. അപ്പോഴത്തേക്കും എൻ്റെ ലഞ്ച് ടൈം കഴിഞ്ഞു. ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറി. ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീണ്ടും മിസ് കോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം എനിക്ക് ഡ്യൂട്ടി ഉള്ള സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ നെക്സ്റ്റ് ഡേ ഇവർ ചിലപ്പോൾ എന്നെ വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2ാമത്തെ ദിവസം ഈ കോൾ വന്നതിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ ഫോൺ എൻ്റെ കയ്യിൽ വെച്ചു. ലൈക്ക് ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഞാൻ ഫോൺ ഇവർ കാണാണ്ട്, ബാക്കി ലൈക്ക് നമ്മുടെ സ്റ്റാഫൊക്കെ ഇട്ട് അവർ കാണാണ്ട് ഞാൻ ഫോൺ ഇങ്ങനെ സൂക്ഷിച്ചില്ല, കയ്യിലിങ്ങനെ വെച്ചു. അപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ കോൾ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അടുത്ത് നിൽക്കുള്ളൂ. അപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ജ്വല്ലറിയിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചായ കുടിക്കാൻ ഒരു ചെറിയൊരു റൂമുണ്ട്. ആ റൂമിലേക്ക് ഞാൻ ചെന്നിട്ട്
കോൾ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കോൾ കട്ടായി. തിരിച്ചു വിളിച്ചപ്പം നേരത്തെ പോലെ തന്നെ കോൾ ഇവർ തിരിച്ചു വിളിച്ചിട്ട് ഇവർ എടുക്കുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഖത്തർ എയർവേസിൻ്റെ ഇതിൽ മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ടാണ് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത്. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ വിളിക്കണം, പ്ലീസ് 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 എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ ജ്വല്ലറിയിലെ ഓണർ ബോസ് കണ്ടു. ഓണർ കണ്ടിട്ട് പുള്ളിക്കാരത്തി എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് എന്നോട് ചോദിച്ചു, എന്താ ഫോണിൽ കളിക്കുന്ന ഡ്യൂട്ടിയുടെ സമയത്ത് ഇത് മാങ്ങിയ തേങ്ങ, അങ്ങനെ കുറേ വഴക്കിട്ടിട്ട് പുള്ളിക്കാരത്തി എൻ്റെ ഫോൺ അവിടെ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് 7:30 ജോലി കഴിയുക. ജോലി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഖത്തർ എയർവേസിൻ്റെ മിസ് കോൾ ഉണ്ട്. അങ്ങനെ അവരെന്നെ കുറേ പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവർ വിളിക്കില്ല, എനിക്ക് തോന്നി ഇനി ഇവർ വിളിക്കില്ല. ഞാൻ അന്ന് രാത്രി തിരിച്ച് അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ പോയിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു, എന്താ നീ പറയുന്നത്, അവർ വിളിച്ചിട്ട് നീ കോൾ എടുക്കാത്ത എന്താ? അപ്പോൾ ഇവർക്കും മനസ്സിലാവുന്നില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവരെന്നെ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തതെന്നുള്ളൊരു സംഭവം. എന്നിട്ട് അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ജ്വല്ലറിയിൽ ജോലി നിർത്താൻ പോവുക. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐഷു, അവളോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ജോലി നിർത്തും. അപ്പോൾ അവളോട് നീ എന്ത് വിചാരിച്ചിട്ടാണ് നീ വേറൊരു ജോലിക്ക് പോയി അത് നിർത്തി നീ ഇവിടെ വന്ന് വേറെ ജോലിക്ക് ഇനി ഇത് നിർത്താമെന്ന് പറയുന്നത്, നീ എന്താ ഈ പറയുന്നത് എന്നൊക്കെ അവളെന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ജോലിക്ക് പോയാൽ ഖത്തർ എയർവേസ് എന്നെ വിളിച്ചാലും എന്നെ കോൾ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ ജോലി നിർത്തി നെക്സ്റ്റ് ഡേ ഖത്തർ എയർവേസ് എന്നെ വിളിച്ചില്ല. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം എന്നെ വിളിക്കുന്നില്ല. ടീച്ചർ ആ മണ്ടത്തരം ചെയ്തല്ലോ ദൈവമേ. കാരണം ഐഷു എന്നോട് ചോദിച്ചത് നീ എന്തിനാ നിർത്തുന്നത്, കാരണം ഇപ്പം നിനക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അതെങ്കിലും കിട്ടട്ടെ, ഖത്തർ എയർവേസ് ഇനി വിളിച്ചില്ലേ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ദൈവമേ ഇവർ വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശ്വര ഐഷു പറഞ്ഞൊക്കെ കറക്റ്റാവും ഇങ്ങനെയാണ്. പക്ഷേ 8 ദിവസം കഴിഞ്ഞപ്പോൾ ഖത്തർ എയർവേസ് എന്നെ വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഇപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, എന്നെ ഒരു 1.5 വർഷമായിന്ന് തോന്നുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ സമയം. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം നമുക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അത് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ജോയിനിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിന് പക്ഷേ കുറേ മാസം എടുത്തു കേട്ടോ. ഈ കോൾ ചെയ്തതിന് ശേഷം വീണ്ടും കുറേ മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുതലാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അതുവരെ എൻ്റെ ലൈഫ് വാസ് വെരി ബാഡ്. പക്ഷേ ദൈവം സഹായിച്ച് ഇങ്ങനെ എനിക്ക് ഒരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, വീണ്ടും എനിക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ ഖത്തർ എയർവേസിൽ ജോയിൻ ചെയ്തു. സോ ഇങ്ങനെയാണ് ഞാൻ ഖത്തർ എയർവേസിൽ കയറുന്നത്. അവിടെ മുതൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആയി വിത്ത് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റി. അതിന് മുമ്പ് വരെയുള്ള എൻ്റെ ലൈഫ് വാസ് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, കുറേ മോശം അനുഭവങ്ങൾ ഉണ്ടായി, കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെ സോ ഇങ്ങനെയാണ് ഞാൻ ഖത്തർ എയർവേസിൽ കയറുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ വീഡിയോ ചെയ്യാൻ റിയലി മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. ചുമ്മാ ഷെയർ ചെയ്യും, എന്തായാലും എല്ലാവരും പുറത്തിരിക്കില്ലേ, ചുമ്മാ ഷെയർ ചെയ്യും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഐ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ.